ആശംസിച്ചുകൊണ്ട് നമ്മുടെ പതാക ഉയർത്തൽ ചടങ്ങിലായ വൈകാരങ്ങൾ നടത്തി നമ്മുടെ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിച്ചതുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമ്മൾ ലഹരി കഴിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ സമ്പന്നനായിട്ടില്ല. അതുപോലെ തന്നെ ലഹരി അതായത് ക്രിമിനൽ രീതിയിൽ ലഹരി വിറ്റുകൊണ്ട് ഒരുത്തരും ഇവിടെ രക്ഷപ്പെട്ടില്ല. നിയമപരമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ വിട്ടിട്ട് ആരെങ്കിലും സമ്പന്നരായിട്ടുണ്ടാവും. ജനസേവത്തെ ജീവിത ദൗത്യം സ്വീകരിച്ച രാഷ്ട്രീയ നേതാവ്, കേരളത്തിന്റെ പൊതുജീവിതത്തിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുമായ സജീവ സാന്നിധ്യം, ജനങ്ങൾക്കൊപ്പം നടക്കുകയും ജനങ്ങളുടെ ശബ്ദമായി നിലകൊള്ളുകയും ചെയ്യുന്ന പ്രിയ നേതാവ്. ഇരട്ടച്ചങ്ക് എന്നത് വാക്കുകളിലൂടെയല്ലാതെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തന്ന മാനവരാശിയെ മുഴുവൻ കാർന്നു തിന്നാൻ കേൾപ്പുള്ള ലഹരി എന്ന മഹാവിപത്തിന്റെ അടിവേരിറക്കാൻ തുനിഞ്ഞിറങ്ങിയ കേരളത്തിന്റെ ചങ്കൂറ്റമുള്ള ആഭ്യന്തരമന്ത്രി, നമ്മുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് അർഹനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ ഈ മനോഹരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, വിദ്യാർത്ഥികാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള മഞ്ചേരിയുടെ ഊർജ്ജസ്വലനായ MLA ശ്രീ അഡ്വക്കേറ്റ് MB റഹ്മത്തുള്ള, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷനും MLAയുമായ പ്രിയങ്കരനായ ശ്രീ VS ജോയി, പ്രിയപ്പെട്ട പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ PR രോഹിൽനാഥ്, നമ്മുടെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തെരേസ ജോൺ IPS, ഡാനിഷ് മാസ്റ്റർ കോർഡിനേറ്റർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത്, അമൃത ടീച്ചർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഷാഹിന നിയാസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, KT അജ്മൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, PH ഷമീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, TS റമീഷ, എല്ലാവരുടെയും പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. മറ്റ് വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. ഇന്ന് കേരളം മുഴുവൻ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ജനങ്ങളുടെ വികാരത്തെയും ജനങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി ആരംഭിക്കാൻ തീരുമാനിച്ചത്. കേരളം മുഴുവൻ ഇന്ന് ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ പരിപാടി ആരംഭിച്ചിട്ട് 43 ദിവസമാണായിട്ടുള്ളത്. ജൂൺ 2-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ഇത് ഉദ്ഘാടനം ചെയ്ത ശേഷം കഴിഞ്ഞ 43 ദിവസത്തിനിടയിൽ 7200 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, വിൽക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്, കഞ്ചാവ് ചെടികൾ വീടിൻ്റെ മട്ടുപ്പാവിൽ വളർത്തുന്നവരുണ്ട്, MDMA പോലെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ
വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട്. കുട്ടികൾക്ക് മിഠായി ആണെന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന മയക്കുമരുന്ന് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായികൾ പിടിച്ചെടുത്തുകൊണ്ട് വിൽക്കുന്നവരെ പിടിച്ചെടുത്തുകൊണ്ട് പോലീസ് ഒരു വലിയ മുന്നേറ്റം നടത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7200 പേരെയാണ് ഈ കൊച്ചു കേരളത്തിൽ 43 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തത്. 6500 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ വില കണക്കാക്കിയാൽ 70 കോടിയിലധികം രൂപ ഉള്ള മയക്കുമരുന്നാണ് ഇതുവരെ പോലീസ് പിടിച്ചെടുത്തത്. ഇതിൽ 70 മുതൽ 75 വരെ ആളുകളെ പോലീസ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. മയക്കുമരുന്ന് ലോബിയെ ജനങ്ങൾക്ക് പേടിയായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ജനങ്ങളെ മയക്കുമരുന്ന് ലോബിക്ക് പേടിയാകുന്ന ഒരവസ്ഥയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, മയക്കുമരുന്നിന്റെ വേര് പരിപൂർണമായി അറക്കുന്നത് വരെ ഈ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ, യുവതലമുറയെ മയക്കുമരുന്നിന്റെ അടിമകളാക്കി അവരുടെ യുവത്വത്തെ നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നമുക്ക് കയ്യാമം വെക്കാതെ മാർഗമില്ല. കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി. വലിയ പറമ്പെന്ന സ്ഥലത്ത് ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ക്ലീൻ കമ്പനി എന്നാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ വിവരം കണക്കിലെടുത്തുകൊണ്ട് ആ ഫാക്ടറി പരിശോധിച്ചു. ആ ഫാക്ടറി പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് മിഠായി ഉണ്ടാക്കുന്ന, ലക്ഷക്കണക്കിന് മിഠായികൾ ഉണ്ടാക്കുന്ന ഒരു വലിയ നിർമ്മാണശാലയാണ് എന്നത് കണ്ടെത്തിയത്. മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്തു. കാപ്പ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ ശ്രമിക്കും. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ ഉള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളെ കയ്യിൽ മിഠായി കൊടുത്താൽ അവർ കഴിക്കും. പക്ഷെ അവരറിയുന്നില്ലല്ലോ ഈ മിഠായിക്കകത്ത് മയക്കുമരുന്നുണ്ട്, പുകയിലയുണ്ട് എന്ന്. ഒരു തവണ കഴിക്കും, 2 തവണ കഴിക്കും, പിന്നെ ഈ മിഠായി ഇല്ലാതെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഇവിടെ ഇരിക്കുന്നത് ഭൂരിപക്ഷം അമ്മമാരാണ്. എനിക്ക് അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ കുട്ടികൾ എന്താണ് കഴിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. കുട്ടികളുടെ ബിഹേവിയർ നിങ്ങൾ പരിശോധിക്കണം. അസാധാരണമായി കുട്ടികൾ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഇന്നിപ്പോൾ കേരള പോലീസ് എല്ലായിടത്തും ആശുപത്രിയുടെ സഹായത്തോടെ സ്കൂളുകളിൽ സൈക്കാട്രിസ്റ്റുകളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയാണ്. സൈക്കാട്രിസ്റ്റുകൾ സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കുന്നു. ഈ മയക്കുമരുന്ന് ലോബി അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ലോബിയാണ്. ഇത് കരയിലൂടെ വരും, ഇത് ആകാശത്തൂടെ വരും, കടലിലൂടെ വരും. എല്ലാ മാർഗങ്ങളിലൂടെയും അവർ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കാര്യത്തിൽ 1ാം സ്ഥാനം. എന്നാൽ ഇന്നത് കേരളമാണ്. തുഫാൻ എന്ന വാക്ക് തന്നെ അറബി വാക്കാണ്, ഹിന്ദി വാക്കായിട്ടും പറയാം. അറബി പഠിച്ചവർക്കറിയാം ഏറ്റവും നിഷിദ്ധമായിട്ടുള്ളതാണ് മയക്കുമരുന്ന്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന പെൺകുട്ടികളെ ലാക്കാക്കി ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ്. വാസ്തവത്തിൽ അമ്മമാരുടെ കണ്ണുനീർ, അവരുടെ നെടുവീർപ്പുകൾ, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത്. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കത്തുകൾ കിട്ടുന്ന അമ്മമാരുടെ വേദന നിറഞ്ഞ കത്തുകളാണ്.
എനിക്ക് ഏറ്റവും കൂടുതൽ ഫോണുകൾ വരുന്നത് അമ്മമാരുടെ ഭാഗത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ മെയിലുകൾ എനിക്ക് കിട്ടുന്നത് അമ്മമാരയക്കുന്ന മെയിലുകളാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? പേര് പറയാത്ത ആളുകൾ, പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ, സ്വന്തം വാപ്പയോട് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ, സ്വന്തം ഭർത്താവിനോട് പറയാൻ കഴിയാത്ത അവസ്ഥ, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അമ്മമാർ കത്തുകൾ അയക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അവരാരാണെന്ന് പറയണ്ട, എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവിടെ പോലീസ് എത്തും, ഡാൻസ് ഓഫ് എത്തും. ജില്ലാതലങ്ങളിൽ മയക്കുമരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ടീമിനെയാണ് ഡാൻസ് ഓഫ് എന്ന് പറയുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു അക്രമകാരിയെ ഞങ്ങൾ വെറുതെ വിടില്ല. DJ പാർട്ടികളിൽ ഇത് വിതരണം ചെയ്യുന്നു. DJ പാർട്ടി ഇന്ന് കേരളത്തിൽ ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ്. സിനിമാ നടന്മാരുടെ കാരവാനുകളിൽ ഇതുണ്ടായിരുന്നു, നിർത്തലാക്കി. 5 സ്റ്റാർ ഹോട്ടലിൽ ഇതുണ്ടായിരുന്നു, നിർത്തലാക്കി. ഇന്ന് കേരളത്തിൽ മയക്കുമരുന്ന് വിൽക്കാനോ ഉപയോഗിക്കാനോ മയക്കുമരുന്ന് ലോബിക്ക് ധൈര്യമില്ലാത്ത ഒരവസ്ഥ കേരള പോലീസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ കേരള പോലീസിനെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മളിവരുടെ ഫോണുകൾ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഗവൺമെന്റ് വന്നല്ലേ, ആരംഭശൂരത്വമാണ്, കുറെ കഴിയുമ്പോൾ നിർത്തും. ഇപ്പൊ അവര് പരസ്പരം പറയുന്നത് ഇപ്പൊ ഈ കച്ചവടം നിർത്തിവെക്കണം, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. നല്ല എറണാകുളത്ത് വെച്ച് ഈ കിട്ടിയ സാധനം കൂടെ മുഴുവൻ നമ്മള് കത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ മയക്കുമരുന്ന് ലോബി പരസ്പരം പറയുന്നത് ഇപ്പൊ വിൽക്കരുത്, കാരണം ഇത് കുറച്ചു നാളത്തേക്ക് തുടരും. ഞാൻ അവരെ അറിയിക്കുന്നു, കേരള പോലീസ് ഇത് ഇന്നും നാളെയും അവസാനിപ്പിക്കില്ല. നിങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നത് വരെ, നമ്മുടെ യുവാക്കളെയും യുവതികളെയും ഈ മരണത്തിന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കുന്നത് വരെ കേരള പോലീസ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയാണ് കേരള പോലീസ്. ആ പ്രത്യേക സംവിധാനം എന്ന് കാരണം പോലീസിന് മറ്റൊത്തിരി ജോലിയുണ്ട്. മയക്കുമരുന്ന് പിടിക്കാൻ വേണ്ടി മാത്രം പോലീസിന് എപ്പോഴും പോകാൻ കഴിയില്ല. പക്ഷേ അതിനുവേണ്ടി പോലീസിൽ ഒരു ADGP ഇതിന്റെ ചുമതലയുണ്ടാകും. ഒരു IG ആയിരിക്കും ഇതിന്റെ കോർഡിനേറ്റർ. താഴെ ജില്ലാതല ഡിവൈസ് പണ്ടുകൊണ്ട് നാർക്കോട്ടിക് DYSPമാർ, താഴെ CIമാരും SIമാരും പോലീസും ഉണ്ടാകും. അവർക്ക് പ്രത്യേക വാഹനങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ കൊടുക്കും, ഫണ്ട് കൊടുക്കും, അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കൊടുക്കും. കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിങ്ങായി നാർക്കോട്ടിക് സെല്ല് മാറാൻ പോവുകയാണ്. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ആരാണിത് പറഞ്ഞത്? നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലാണ് പറഞ്ഞത്. മോഹൻലാൽ നമ്മുടെ ബ്രാൻഡ് അംബാസഡറാണ്. ആദ്യമായി നമ്മളോടൊപ്പം സഹകരിക്കാൻ മുന്നോട്ട് വന്ന അദ്ദേഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ കണ്ടു. അദ്ദേഹം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. തമിഴ്നാട് ഗവൺമെന്റും ഈ പ്രവർത്തനം മറ്റൊരു രൂപത്തിൽ അവരുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇതിന്റെ അലയടികൾ ഉയരുകയാണെന്നാണ് പറഞ്ഞത്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള അലയടികൾ തമിഴ്നാട്ടിൽ ഉയരുന്നു. കേരളത്തിൽ തുഫാൻ ആരംഭിച്ചതോടുകൂടി ഇവിടെയും അതിന്റെ അലയടികൾ ഉയരുകയാണ്, ഞങ്ങളെ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളോട് ചെറുപ്പക്കാർക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി ഇത് അവസാനിപ്പിക്കാൻ. അദ്ദേഹം എനിക്ക് വാക്ക് തന്നു. എല്ലാ യോഗങ്ങളിലും ഇനിയും മയക്കുമരുന്നിനെതിരായി അദ്ദേഹം സംസാരിക്കും. ചെറുപ്പക്കാരെ, യുവാക്കളെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന്. കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തി മുഴുവൻ തമിഴ്നാട് പോലീസ് കേരള പോലീസുമായി ചേർന്ന് സർവൈലൻസ് നടത്തും. ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ടാവും, ഇൻഫർമേഷൻ പങ്കുവെക്കും. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കോ, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ
മയക്കുമരുന്ന് കൊണ്ടുവരാനുള്ള അനുവാദം ഒരിക്കലും ഉണ്ടാകില്ലാത്ത എന്ന ഉറപ്പാണ് ഞങ്ങൾ പരസ്പരം നൽകിയത്. നമ്മുടെ ഈ രണ്ട് സിനിമാ താരങ്ങളും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും നമ്മുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലും ഓഗസ്റ്റ് മാസത്തിൽ കൊച്ചിയിൽ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തൂഫാൻ പരിപാടിയിൽ അവർ രണ്ടുപേരും പങ്കെടുക്കുന്നതാണ്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ഞാൻ സംസാരിച്ചു. കർണാടകത്തിൽ MDMA ധാരാളമായി കേരളത്തിലേക്ക് വരുന്നു, ഹൈബ്രിഡ് കഞ്ചാവ് ധാരാളമായി വരുന്നു. ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിർത്തികളിൽ സ്വീകരിക്കും. അതുപോലെ തന്നെ ഇനി കഴിഞ്ഞ ദിവസം തന്നെ DGPമാരുടെ യോഗം നടന്നു. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം ഈ DGPമാർ ഒത്തുചേർന്നുകൊണ്ട് ഈ മയക്കുമരുന്നിന്റെ വേരറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുട്ടികളെ രക്ഷിക്കുക, ഭാവി തലമുറയെ രക്ഷിക്കുക. ഈ മയക്കുമരുന്ന് കഴിച്ചാൽ കുറെ കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഇവരുടെ മസ്തിഷ്കം പ്രവർത്തനം നിലയ്ക്കും, കുട്ടികളുടെ പല്ലുകൾ കൊഴിയും, അവരുടെ മുടികൾ കൊഴിയും, ഭീകരമായ രൂപത്തിൽ അവസാനം ഈ രോഗികളായി ഇവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു കുട്ടിയും ഈ മയക്കുമരുന്ന് ഒരിക്കൽ പോലും ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതം തകരുന്നതാണിത്. ഇപ്പോഴെന്താണ് എറണാകുളം റേഞ്ച് IG ഞാൻ പറഞ്ഞിട്ടാണ്, എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ സ്കൂൾ ബസ്സുകൾ ഉള്ളത്. ആ സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാരെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു. റിസൾട്ട് കിട്ടിയപ്പോൾ സഹോദരിമാരെ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർമാർ 29 പേര് മദ്യപിച്ചിട്ടാണ് സ്കൂൾ വാൻ ഓടിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ് രാവിലെയും വൈകിട്ടും. രാവിലെ കൊണ്ടുപോകും, വൈകിട്ട് തിരികെ കൊണ്ടുവരും. അതിൽ 29 ഡ്രൈവർമാർ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചത്. അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അവരെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ആലോചിച്ച് നോക്കുക, ഈ കുഞ്ഞുങ്ങളുമായി പോകുമ്പോൾ കണ്ണ് തെറ്റി, ഈ മദ്യപിച്ച ഡ്രൈവർ കണ്ണ് തെറ്റിയാൽ എത്ര കുട്ടികളാണ് മരിക്കുന്നത്? എത്രമാത്രം തെറ്റായ വഴികളിലൂടെയാണ് കേരളത്തിൽ നിന്ന് പലരും സഞ്ചരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കരുതി നമുക്കിതൊക്കെ ചെയ്യണ്ടേ? ശക്തമായ നടപടി സ്വീകരിക്കണ്ടേ? ഇന്ന് ഫോണിലൂടെ ഭക്ഷണം ആവശ്യപ്പെട്ടാൽ സ്വിഗ്ഗി, സൊമാറ്റോ അവരൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിനോടൊപ്പം മയക്കുമരുന്നൂടെ കൊണ്ടുവരിക. അതെല്ലാം പിടിക്കാൻ തീരുമാനിച്ചു. അതുപോലെയാണ് ആംബുലൻസ് വരുമ്പോൾ നമ്മളൊക്കെ മാറിക്കൊടുക്കില്ലേ? നമ്മളെ യാത്ര നടന്നു പോവാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കും. ആംബുലൻസ് വലിയ ലൈറ്റൊക്കെ ഇട്ട് ബ്യൂഗുള വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി അവർ നമ്മളെ മാറിക്കൊടുക്കും. 10 ആംബുലൻസ് പോലീസ് പിടിച്ചു. അതിനകത്ത് രോഗിയില്ല, ഡോക്ടറില്ല, നഴ്സില്ല. അത് കൊണ്ടുപോകുന്നത് ഹൈബ്രിഡ് കഞ്ചാവും മയക്കുമരുന്നുമാണ്. ഞാൻ നിർദ്ദേശം കൊടുത്തു, ഒരു കാരണവശാലും കേരളത്തിൽ ഒരു ആംബുലൻസിലും ഇനി ഇത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ആംബുലൻസ് കസ്റ്റഡിയിലെടുക്കും, ഓടിക്കുന്നവരുടെ പേര് നടപടി ഉണ്ടാകും, അവർക്ക് അതിശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി ഇപ്പം നിന്നിരിക്കുന്നു. ഈ പാണ്ടിക്കാട് വെച്ച് ഒരു കാര്യം കൂടി ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ പല മെഡിക്കൽ സ്റ്റോറുകളിലും 5 മണി കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നത് ഡോക്ടർമാരുടെ കുറിപ്പടി പ്രകാരമാണ് മരുന്ന് കൊടുക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ മയക്കുമരുന്ന് കിട്ടാത്തത് കൊണ്ട് പലയിടത്തും ഫാർമസിസ്റ്റ് 5 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമെന്നുള്ളത് കൊണ്ട് 5 മണി കഴിഞ്ഞ് ക്യാൻസറിന് കുത്തിവെക്കുന്ന മരുന്നുകൾ വരെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുത്ത് അത് മയക്കുമരുന്ന് കിട്ടാത്തതുകൊണ്ട് കുത്തിവെക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പുകൾ സൂക്ഷിക്കണം. അവരുടെ പിന്നിൽ പോലീസിന്റെ കണ്ണുകളുണ്ട്. ശക്തമായ നടപടി ആ മെഡിക്കൽ ഷോപ്പുകൾക്ക് നേരെ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഒരു മെഡിക്കൽ ഷോപ്പിലും ഇനിയും മരുന്ന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്നവരുടെ കടകൾ അടപ്പിക്കും. അവരുടെ കയ്യിൽ വിലങ്ങൾ വീഴും.
അവർ ശക്തമായ നടപടി ഉണ്ടാകും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പൊ മയക്കുമരുന്ന് കിട്ടാത്തതുകൊണ്ട് നടക്കുന്നത് മാരകമായ അസുഖങ്ങൾക്കുള്ള മരുന്ന് സിറിഞ്ചിൽ വാങ്ങിയെടുത്ത് സിറിഞ്ചിൽ കുത്തിവെച്ച് ശരീരത്ത് കുത്തിവെക്കുകയാണ്. അതൊന്നും കേരളത്തിൽ അനുവദിക്കില്ല. ആരോഗ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹവും ഞങ്ങളുടെ പുതിയൊരു പദ്ധതി ഇടുകയാണ് അതിനുവേണ്ടി. മാരകമായ മരുന്നുകൾ ഇത് കിട്ടാത്തപ്പോൾ ഉപയോഗിക്കുന്നു. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിൽ വിടുന്നത്, കോളേജിൽ വിടുന്നത് നല്ല ഭാവി അവർക്കുണ്ടാക്കാൻ വേണ്ടി അല്ലേ? കർണാടകത്തിലെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, കർണാടകത്തിലെ ജയിലിൽ, ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന 70 കുട്ടികൾ കേരളത്തിൽ നിന്ന് പഠിക്കാൻ വന്നവരാണ്. 70 കുട്ടികൾ. ഒന്നുകൂടി എന്നോട് പറഞ്ഞു, ഞാനത് പത്രക്കാരോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, രമേശ് ജി, ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഈ മയക്കുമരുന്ന് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുന്നവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആദ്യം കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കും, പിന്നെ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പോകണമെന്ന് പറയും. പിന്നെ കുട്ടികൾ കൂടി ഏതെങ്കിലും ലോഡ്ജ് എടുക്കും. കാരണം നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണല്ലോ. നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരുടെ കാര്യങ്ങൾ പറയണം. ഇന്നിപ്പോൾ പ്രശ്നം എന്താണ്? അച്ഛനമ്മമാർക്ക് കുട്ടികളോട് സംസാരിക്കാൻ സമയമില്ല. അച്ഛനും അമ്മയും രാവിലെ ജോലി ചെയ്യും, വൈകിട്ട് വീട്ടിൽ വരും. നമുക്ക് 2 കുട്ടികളായിരിക്കും. 2 പേരും ഓരോ മുറി കയറി അവരാരോടും വർത്താനം പറയാതെ നമ്മുടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെ TV കണ്ടുകൊണ്ടിരിക്കും. ആ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് ആരും അവരോട് സംസാരിക്കാറില്ല, ചോദിക്കാറില്ല. പണ്ടൊക്കെ വീട്ടിൽ 10-15 ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടി അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ്. അച്ഛന് തിരക്ക്, അമ്മയ്ക്ക് തിരക്ക്. അമ്മ വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്യാൻ തിരക്കാണ്. ഭക്ഷണം കൊടുക്കും, എല്ലാവരും കിടന്നുറങ്ങും, രാവിലെ വീണ്ടും പോകും. ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ആരും തിരക്കുന്നുണ്ടോ? +2 പരീക്ഷയിൽ എല്ലാത്തിനും A+ കിട്ടാത്തതിന്റെ പേരിൽ 10 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ. ഈ കുട്ടികളോട് ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുമായിരുന്നു. നമ്മുടെ കുരുന്ന കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് അമ്മമാർ അന്വേഷിക്കണ്ടേ? വാപ്പമാർ അന്വേഷിക്കണ്ടേ? അവരോട് സംസാരിക്കണ്ടേ? അവർക്ക് ആരോടും തങ്ങളുടെ ദുഃഖം പറയാൻ കഴിയാത്ത വരുമ്പോഴാണ് ടെൻഷൻ വർദ്ധിച്ച് പലപ്പോഴും അവർ ആത്മഹത്യ ചെയ്യുന്നത്. പരീക്ഷ പേടിയാണ്. ധാരാളം കുട്ടികളോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവർ പറയും, സാറേ പരീക്ഷ പേടിയാണ്. പരീക്ഷ എന്തിനാ പേടിക്കുന്നത്? പക്ഷെ കുട്ടികൾക്ക് പരീക്ഷ പേടിയാണ്. അവരോട് കാര്യങ്ങൾ പറയാനും അവരെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അവരാരും ആത്മഹത്യ ചെയ്യില്ല. കൊച്ചു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. മയക്കുമരുന്നിന് അടിമകളാകുന്നതിന്റെ കാരണങ്ങൾ ഒന്നിതാണ് ടെൻഷൻ. കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ വരില്ല, ഉറക്കം വരില്ല, നിങ്ങൾക്ക് പഠിക്കാം, എന്നിട്ട് നിങ്ങൾ ഈ പഠനം, നിങ്ങൾക്ക് പരീക്ഷ നന്നായി എഴുതാം എന്നൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ വരുമ്പോൾ അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം, വർത്താനം പറയണം, സ്കൂളിൽ എന്ത് നടന്നെന്ന് ചോദിക്കണം, കൂട്ടുകാരാരാന്ന് ചോദിക്കണം, എന്തെല്ലാമാണ് നടക്കുന്നത് നമ്മൾ അന്വേഷിക്കണം. അപ്പോഴാണ് കുട്ടിക്ക് നമ്മളോട് പറയാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കേരളം വലിയൊരു അപകട സന്ധിയിലാണ്. മയക്കുമരുന്ന് ലോബി കേരളത്തെ പിടിമുറുക്കിയിരിക്കുകയാണ്. അതിനെ നേരിടാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു ജാതി മത പരിഗണനയുമില്ല. കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലേക്ക് കടന്നു വരുന്ന ലഹരിയെ നമ്മൾ പിടിക്കും. റെയിൽവേ സ്റ്റേഷനിൽ പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഡ്രോപ്പിൻ വെച്ചാൽ ഈ മയക്കുമരുന്നുമായി വരുന്ന ആളുകൾ തിരൂരിൽ ഇറങ്ങത്തില്ല. തിരൂരിന് അപ്പുറത്തൊരു റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് എറിഞ്ഞു കൊടുക്കും. ഫോൺ ചെയ്ത് പറയും, ഞാൻ ഇന്നടത്ത് എറിഞ്ഞിട്ടുണ്ട്. അതിനാണ് ഡ്രോപ്പിൻ. ഇവരുടെ വാചകങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇവരുടെ ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് കിട്ടുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഡ്രോപ്പിനാണ് നടക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ ട്രെയിനുകളിൽ, കേരളം കിടക്കുമ്പോൾ ട്രെയിനുകളിൽ നമ്മുടെ പോലീസുണ്ട്, വിമാനത്തിൽ നമ്മുടെ പോലീസിന്റെ ശ്രദ്ധയുണ്ട്, വിമാനത്താവളങ്ങളിൽ നമ്മുടെ പോലീസിന്റെ ശ്രദ്ധയുണ്ട്, തുറമുഖങ്ങളിൽ നമ്മുടെ പോലീസിന്റെ ശ്രദ്ധയുണ്ട്. എവിടെയെല്ലാം മയക്കുമരുന്ന് ആര് കൊണ്ടിരുന്നോ
അവരെ ആ സമയത്ത് പിടിക്കാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടിയുണ്ട്. ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക. പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ വരുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ. അവിടെ DYSP താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിലാണ് ഒരു ഫാമിലി താമസിച്ചത്. DYSPക്ക് ഒരു സംശയം തോന്നി, ഇവിടെ എവിടെയോ ഈ മയക്കുമരുന്നിന്റെ കച്ചവടം നടക്കുന്നത്. ഒരിക്കലും കരുതിയില്ല തൻ്റെ ഫ്ലാറ്റിന്റെ മുകളിലുള്ള ഫ്ലാറ്റിലാണെന്ന്. അവസാനം കണ്ടുപിടിച്ചു, DYSP താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിലെ ഒരു ഫ്ലാറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമായി താമസിക്കുകയാണ്. കാരണം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവിടെയാണല്ലോ. അവിടെ ആരും വന്ന് അന്വേഷിക്കത്തില്ല. DYSP താമസിക്കുന്നത് ആരാണ് പോയി അന്വേഷിക്കുന്നത്? പിടിച്ചപ്പോൾ 18 കോടി രൂപയുടെ മയക്കുമരുന്ന് അവിടുന്ന്, ഹൈബ്രിഡ് കഞ്ചാവ് അവിടുന്ന് പിടിച്ചു. നിങ്ങൾ ആലോചിച്ച്, 2 ഭാര്യയും ഭർത്താവും ജയിലിലാണ്. ഡോക്ടർമാരെ പിടിക്കുന്നു MDMAയുമായി, കായിക താരങ്ങളെ പിടിക്കുന്നു. ഒരു സംശയം വേണ്ട, കേരള പോലീസ് കർമ്മനിരതമായി രാവും പകലും ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരെ പിടിക്കാൻ, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശക്തമായ നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തുഫാൻ കേരളത്തിന്റെ ഒരു മഹാദൗത്യമാണ്. ആ ദൗത്യം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ എൻ്റെ ഉമ്മമാരോടും അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തലമുറകളെ രക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണിത്. ആ ദൗത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. താമരശ്ശേരിയിൽ ഒരു 2 കുഞ്ഞ് തോളിൽ ബാഗ് വിട്ട് വാട്ടർ ബോട്ടിൽ എടുത്തപ്പോൾ ആ വാട്ടർ ബോട്ടിനകത്ത് മദ്യം ഒഴിച്ചു കൊടുത്തു. പാവം കുട്ടി സ്കൂളിൽ ചെന്ന് വെള്ളം കുടിക്കാൻ നോക്കി, എടുത്ത് വെള്ളം കുടിച്ചു, ഛർദ്ദിച്ച് അവസാനം ചോര വരെ ഛർദ്ദിച്ച് ആ കുട്ടിയെ ആശുപത്രിയിലാക്കി. ഇങ്ങനെയാണോ നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ടത്? കേരളം ഉണർന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മയക്കുമരുന്നിന്റെ അടിമകളായി മാറുന്നത് ശരിയാണോ? 70 പേരെ നമ്മളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ സമൂഹം ബഹിഷ്കരിക്കേണ്ട കാര്യമല്ല. അവരെ ചികിത്സിച്ച് നമ്മൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രോഹിൽനാഥനെയും നമ്മുടെ പ്രിയങ്കരായ MLA അതെവിടെ പറഞ്ഞത് ശരിയാണ്, റഹ്മത്തുള്ള എന്നോടൊപ്പം ഞാൻ KSUവിലും അദ്ദേഹം AISFലും പ്രവർത്തിച്ചതാണ്. ഇത്രയും കാലം പൊതുജീവിതത്തിൽ നിന്നിട്ട് ജനപ്രതിനിധി ആകാത്തതിൻ്റെ വിഷമം ഞാൻ അദ്ദേഹവുമായിട്ട് പലപ്പോഴും പങ്കുവെക്കുമായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ഇന്ന് അദ്ദേഹം MLA ആയി. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം MLA ആയി എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന 2 MLAമാരാണ് ഇവിടെ ഉള്ളത്. VS ജോയിയും അതോടൊപ്പം റഹ്മത്തുള്ളയും. ഈ 2 MLAമാരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട്, നമ്മുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെയുണ്ട്. നമ്മുടെ ഈ ജില്ലയുടെ പോലീസിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ചൈത്ര. വളരെ ആലപ്പുഴ SP ആയിരുന്നു നേരത്തെ. വളരെ സമർത്ഥയായ പോലീസ് ഉദ്യോഗസ്ഥയാണ്. നിങ്ങളുടെ എല്ലാവരിലും ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ നാടിനെ രക്ഷിക്കാൻ, മലപ്പുറത്തെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തുഫാൻ ദ നർക്കോ ഹണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു. പ്രിയപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി അവർ